ബാലരാമപുരത്ത് കൊല്ലപ്പെട്ട 2 വയസ്സുകാരിയുടെ അമ്മ ശ്രീതു അന്വേഷണവുമായി സഹകരിക്കുന്നില്ലെന്ന് പോലീസ്. ദേവസ്വം ബോർഡിൽ ജോലി വാഗ്ദാനം ചെയ്ത് തട്ടിപ്പ് നടത്തിയ കേസിൽ പോലീസ് കസ്റ്റഡിയിലെടുത്ത ശ്രീതുവാണ് മൊഴി മാറ്റി പറഞ്ഞ് പോലീസിനെ വലയ്ക്കുന്നത്. കേസിൽ ഹരികുമാറിനെയും ശ്രീതുവിനെയും ഒരുമിച്ചിരുത്തി പോലീസ് ചോദ്യം ചെയ്തു. ദേവസ്വം ബോർഡിലെ ഉന്നത ഉദ്യോഗസ്ഥയെന്ന് പരിചയപ്പെടുത്തി ജോലി വാഗ്ദാനം ചെയ്ത് തട്ടിപ്പ് നടത്തിയതിനാണ് കൊല്ലപ്പെട്ട 2.5 വയസ്സുകാരിയുടെ അമ്മയ്ക്കെതിരെ കേസെടുത്തത്. ദേവസ്വത്തിൽ നിയമനം നൽകിയതായി കാണിച്ച് നിയമന ഉത്തരവും നൽകിയിരുന്നു. ഈ നിയമന ഉത്തരവ് തയ്യാറാക്കിയ സ്ഥലം ഉൾപ്പെടെ പ്രതി ശ്രീതു പോലീസിനോട് വെളിപ്പെടുത്തിയിരുന്നു. എന്നാൽ കസ്റ്റഡിയിൽ വാങ്ങിയപ്പോൾ ശ്രീതു മൊഴി മാറ്റി. പല സ്ഥലങ്ങളാണ് ഇപ്പോൾ പറയുന്നത്. അതോടെ തെളിവെടുപ്പ് പ്രതിസന്ധിയിലായി. ദേവസ്വം ബോർഡ് ഓഫീസിന് സമീപം ഒരു വാഹനത്തിലിരുന്ന് പണം വാങ്ങിയെന്നാണ് പരാതിക്കാരന്റെ മൊഴി. സ്ഥലത്ത് കൊണ്ടുവന്ന പോലീസ് തെളിവെടുത്തു. പക്ഷേ കേസിൽ പ്രധാന തുമ്പ് വ്യാജ നിയമന ഉത്തരവ് തയ്യാറാക്കിയ കമ്പ്യൂട്ടർ കണ്ടെത്തുകയാണ്. സ്ഥാപനത്തെക്കുറിച്ച് പല മൊഴികളാണ് ശ്രീതു ഇപ്പോൾ പറയുന്നത്. വിലങ്ങ് വെച്ച് റോഡിലൂടെ നടത്തിക്കൊണ്ടുപോകുമെന്ന് വിരട്ടിയെങ്കിലും പ്രതിക്ക് ഒരു കൂസലും ഉണ്ടായില്ല. സാമ്പത്തിക തട്ടിപ്പിൽ മറ്റു 8 പരാതികൾ ശ്രീതുവിനെതിരെ ലഭിച്ചുവെങ്കിലും ഇതുവരെ കേസെടുത്തിട്ടില്ല. ഭൂമി വാങ്ങാൻ ജ്യോത്സ്യന് 36 ലക്ഷം രൂപ കൈമാറി വഞ്ചിക്കപ്പെട്ടുവെന്ന ശ്രീതുവിന്റെ മൊഴിയിലും ഇതേവരെ തെളിവ് കണ്ടെത്താനായി പോലീസിന് കഴിഞ്ഞിട്ടില്ല. കരാറടിസ്ഥാനത്തിൽ പോലും ശ്രീതു ജോലി ചെയ്തിട്ടില്ലെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പോലീസിന് കത്ത് നൽകി. അതേസമയം കുട്ടിയെ കൊന്ന അമ്മാവൻ ഹരികുമാറിന് മാനസിക പ്രശ്നങ്ങളില്ലെന്ന് വൈദ്യപരിശോധനാ റിപ്പോർട്ട് പോലീസ് കോടതിക്ക് കൈമാറിയതിനെ തുടർന്ന് പ്രതിയെ 6 ദിവസം കസ്റ്റഡിയിൽ വിട്ടിരുന്നു. കൊലപാതകത്തിൽ അമ്മയ്ക്കുൾപ്പെടെ മറ്റാർക്കെങ്കിലും പങ്കുണ്ടോ എന്ന് ചോദ്യം ചെയ്യാനാണ് കസ്റ്റഡിയിൽ വാങ്ങിയത്. എന്നാൽ ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്തിട്ടും ഒരു പുരോഗതിയുമില്ല. പ്രതിയെ വീണ്ടും കൊല നടന്ന വീട്ടിലടക്കം എത്തിച്ച് തെളിവെടുപ്പ് നടത്തും. 24 തിരുവനന്തപുരം.